أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തു ഷറഹ് നമുക്ക് തഫ്സീറുൽ ബാഗവി ഒന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്. അലം നശ്റഹ് ലക സദ്റക് അല്ലേ? അലം നശ്റഹ് നബിയെ അങ്ങേക്ക് നാം വിശാലമാക്കി തന്നില്ലേ? അങ്ങയുടെ ഹൃദയത്തെ നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലേ എന്നാണ്. അങ്ങയുടെ നെഞ്ച് നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലേ, അല്ലെങ്കിൽ വികസിപ്പിച്ചു തന്നില്ലേ? വളഅന അങ്ക വിസ്റക്ക്. അങ്ങയുടെ ഭാരം അങ്ങയിൽ നിന്ന് നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ എന്ന് ചെയ്തിരിക്കുന്നു. വളഅന അങ്ക, അങ്ങയെ തൊട്ട് നാം വെക്കുകയും ചെയ്തു, ഇറക്കി വെക്കുകയും ചെയ്തു അങ്ങയുടെ വിസ്റന്, അങ്ങയുടെ ഭാരത്തെ. അതൊക്കെ നമ്മുടെ വിശദീകരണം വരും അവിടെ. അല്ലതീ എങ്ങനത്തെ ഭാരമാണ്? അങ്കള, അത് ഞെരുക്കിക്കളയും. ലഹ്റക്ക്, അങ്ങയുടെ പുറം, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളയുന്ന, പൊട്ടിച്ചു കളയുന്ന, ഒടിച്ചു കളയുന്ന അങ്ങയുടെ ഭാരത്തെ അങ്ങേ തൊട്ട് നാം ഇറക്കി വെച്ചില്ലേ? വറഫഅനാലക ദിക്റക്. അങ്ങയുടെ കീർത്തിയെ അങ്ങേക്ക് നാം ഉയർത്തി തന്നില്ലേ? അങ്ങയുടെ കീർത്തിയെ അങ്ങേക്ക് നാം ഉയർത്തി തന്നില്ലേ? ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അലം നശ്റഹ് ലക സദ്റക് എന്ന് വെച്ചാൽ അലം നഫ്തഹ് വനുവസ്സിഅ്, നാം അങ്ങേക്ക് വിശാലമാക്കി തന്നി. വനുലയ്യിൻ ലക ഖൽബക, അങ്ങയുടെ ഹൃദയത്തെ അങ്ങേക്ക് നാം മയമാക്കി തന്നില്ലേ? ബിൽ ഈമാൻ, ഈമാൻ കൊണ്ടും, വന്നുബുവത്തി, നുബുവത്ത് കൊണ്ടും, വൽ ഇൽമി വൽ ഹിക്മത്തി, അറിവും ഹിക്മത്തും കൊണ്ടിട്ടൊക്കെ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? നേർമയാക്കി തന്നില്ലേ? വളഅന അങ്ക വിസ്റക്ക്, അങ്ങയെ തൊട്ട് നാം വെച്ചു. വിസ്റക്ക്, അങ്ങയുടെ വിസ്റിൻ, അങ്ങയുടെ കുറ്റം അങ്ങയെ തൊട്ട് നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ? ഭാരം അങ്ങയിൽ നാം ഇറക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ? ഖാലൽ ഹസൻ വ മുജാഹിദൻ വ ഖത്താദ, ഇവർ മൂന്നുപേരും പറഞ്ഞു. വല്ലഹാഖ് എന്നവരും പറഞ്ഞു, 4 വരെ. വഹതബ്ന അങ്കല്ലദീ സലഫ മിൻക ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങയിൽ നിന്ന് മുൻപുണ്ടായ അങ്ങയുടെ ദോഷത്തെ നാം അങ്ങേ മായ്ച്ചു കളഞ്ഞു എന്നാണ്. വഹുവ ഖൗലി ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, മുന്തിയതും പിന്തിയതുമായ അങ്ങയുടെ ദോഷം അങ്ങേക്കല്ല പൊറുക്കാൻ വേണ്ടി സൂറത്തുൽ ഫത്ഹി പറഞ്ഞു. വഖാലൽ ഹുസൈൻ ഇബ്നു ഫളൽ പറഞ്ഞത് യഅനി അൽ ഖത വ സഹവ, തെറ്റും പിഴവും മറവിയുമാണ് ഉദ്ദേശം. ഖത്ത് സംഭവിക്കുക, പിഴവ് സംഭവിക്കുക, മറവി സംഭവിക്കുക, അതൊക്കെ നാം അങ്ങേക്ക് നാം വിട്ടുവീഴ്ച ചെയ്തു എന്നല്ലേ? അങ്ങേ തൊട്ട് നാം ഇറക്കി വെച്ചില്ലേ, പുറത്തു വന്നില്ല എന്ന് ഉദ്ദേശം. വഖാലൽ ഹുസൈൻ ഇബ്നു ഫളൽ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി വഖീല പറയപ്പെട്ട ദുനൂബ ഉമ്മത്തിക്ക എന്നാണ്. നബിയുടെ ദോഷമെന്നല്ല, നബിയുടെ സമുദായത്തിൻ്റെ ദോഷമെന്നാണ്. ഫാലോയിലേ, അപ്പോൾ നബിയിലേക്ക് അതിനെ ചേർത്തത് ലിസ്തിഗാലി ഖൽബിഹി ബിഹിം, നബിയുടെ ഹൃദയം അവരുമായി ബന്ധപ്പെട്ടതിന് വേണ്ടിയിട്ടാണ്. വഖാല അബ്ദുൽ അസീസ് ഇബ്നു യഹ്യ പറഞ്ഞു, അബൂബൈദയും പറഞ്ഞു, യഅനി ഖഫഫന അങ്ക അബാ നുബുവത്തി, നുബുവത്തിൻ്റെ ഭാരം അങ്ങേ തൊട്ട് നാം ലഘുവാക്കി. വൽ ഖിയാമി ബി അംരിഹ, അതുപോലെ തന്നെ അതുകൊണ്ടുള്ള അതിനെ നിലനിർത്തുന്നതിൻ്റെയും ആ നുബുവത്തിൻ്റെ കാര്യങ്ങളെ നിലനിർത്തി പോരാനുള്ള അതിൻ്റെ ഭാരം അങ്ങേ തൊട്ട് നാം ലഘുവാക്കി എന്നാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഭാരം എന്ന് വെച്ചാൽ ഈ ഭാരമാണ്, നുബുവത്തിൻ്റെയും അത് വീട്ടാനുമുള്ള ഭാരം, അത് അതുപോലെ നിർവഹിക്കാനുള്ള ഭാരം നാം അങ്ങേക്ക് ലഘുവാക്കി തന്നു എന്നാണ് അബ്ദുൽ അസീസ് ഇബ്നു യഹ്യയും അബൂബൈദയും പറഞ്ഞത്. പിന്നെ പറയാം അല്ലദീ അൻഖള ലഹ്റക്, അങ്ങയുടെ എങ്ങനത്തെ ഭാരമാണ്? അൻഖള, അത് പൊട്ടിച്ചു കളയും. ലഹ്റക്, അങ്ങയുടെ മുതുകിനെ, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളയുന്ന ഭാരം. അത് അസ്ഖല ലഹ്റക്, അങ്ങയുടെ ലഹറിനെ, അങ്ങയുടെ പുറത്തെ ഭാരമാക്കുന്ന ഭാരം. ഫൗഹനഹു, അള്ളാഹു അതിനെ നിസാരമാക്കി. ഹത്താ സുമിഅ ലഹു നഖീലുൻ, ഐ സൗത്തൻ. ഫഔഹന ഹത്താ സുമിഅ ലഹു നഖീൽ, അപ്പോൾ അതിനൊരു ശബ്ദം കേൾക്കും. ലഹറിനെ ഭാരമാക്കുകയും അതിനെ ബലഹീനമാക്കുകയും ചെയ്യും. ഐ സൗത്തൊന്ന് അല്ലേ, നഖീലൊക്കെ ശബ്ദം കേൾക്കും. അപ്പോൾ മുതുകിൽ ഭാരമുള്ളത് വെക്കുമ്പോഴേ. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ കീർത്തിയെ നാം അങ്ങേക്ക് ഉയർത്തി തന്നു.
അങ്ങയുടെ കീർത്തി അങ്ങേക്ക് നാം ഉയർത്തി തരികയും ചെയ്തു. ചെയ്തില്ല വെച്ചാൽ ചെയ്തു എന്നാണ്. ഇതെല്ലാം അല്ല ചെയ്തു എന്നാണ് അർത്ഥം കേട്ടോ. ഐ അഖ്ബറന അഹ്മദ് ബിൻ ഇബ്രാഹിം ഷുറൈഹി പറയാണ്. അഖ്ബറന അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം സാലബി അഖ്ബറന അബുൽ ഖാസിം അബ്ദുൽ ഖാലിഖ് ബിൻ അലിയുൽ മുഅദ്ദിൻ ഹദസന അബൂബക്കർ ബിൻ ഹബീബിൻ ഹദസന അബു ഇസ്മായിൽ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഹദസന സഫ്വാൻ യാനി ബിൻ സാലി അബ്ദുൽ മലിക് ഹദസന വലീദ് യാനി ബിൻ മുസ്ലിം ഹദസനി അബ്ദുല്ലാഹി ബിൻ ലഹിയ അൻ ദറാജിൻ അൻ അബി ഹൈസം അൻ അബി സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് അബി സയ്യിദ് ഖുദരി പറയാണ് അന്നഹു സാല ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ ഈ ആയത്തിനെ പറ്റി ജിബ്രീലിനോട് ചോദിച്ചു. എന്താണ് വറഫനാലൊക്കെ ദിക്റക്ക് എന്നുള്ളത്, അങ്ങയുടെ കീർത്തിയെ നാം അങ്ങേക്ക് ഉയർത്തി തന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ കീർത്തി നാം അങ്ങേക്ക് ഉയർത്തി തന്നു, സ്മരണ ഉയർത്തി തന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു ഖാലല്ലാഹു തആല പറഞ്ഞു ഇതാ ദുഃഖിർത്തു എന്നെ സ്മരിച്ചാ ദുഃഖിർത്ത അങ്ങേ സ്മരിക്കപ്പെടും ആയി എൻ്റെ കൂടെ. എന്നെ പറയുന്ന സ്ഥലത്ത് അങ്ങേയും പറയപ്പെടും എന്നാണ് ഉദ്ദേശം. വാനിൽ ഹസൻ എന്നൊരു കാലം അദ്ദേഹം പറയുന്നു വറഫനാലൊക്കെ ദിക്റക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങയുടെ കീർത്തി അങ്ങേക്ക് നാം ഉയർത്തി വെച്ചാൽ ഇതാ ദുഃഖിർത്തമായി എന്നെ സ്മരിച്ചാൽ എന്നെ പറയപ്പെട്ടാൽ എൻ്റെ കൂടെ അങ്ങേയും പറയപ്പെടും. വഖാല അത്താവ് പറഞ്ഞു ഇബ്നു അബ്ബാസിനെ തൊട്ട് യുരീദുൽ അദാന വൽ ഇഖാമത്ത, അത് ബാങ്കും ഇഖാമത്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. തശഹുദ് അത്തഹിയാത്തിലും നബിയെ പറയൂലോ. വൽ ഖുത്ബത്ത് അലൽ മനാബിരി മിമ്പറിൻ്റെ മേലുള്ള ഖുത്ബകളിലെല്ലാം അള്ളാഹുവിൻ്റെ കൂടെ നബിയെയും പറയപ്പെടും. വലൗ അന്ന അബ്ദൻ അബദല്ലാഹ വസദ്ദഖഹു ഫീ കുല്ലി ഷൈഇൻ വലം യഷ്ഹദ്, ഒരടിമ അള്ളാഹുവിനെ ആരാധിച്ചു വസദ്ദഖഹു ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹിനെ അവൻ സത്യമാക്കി. പക്ഷെ വലം യഷ്ഹദ്, അവൻ സാക്ഷി വഹിച്ചില്ല അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം നിന്നില്ലെങ്കിലോ ലം യന്തഫി ബി ഷൈഇൻ, അത് ഒന്നും അവനക്ക് ഉപകരിക്കൂല. അവക്കാന കാഫിറൻ, അവൻ ആരാകും, അവനെ അവിശ്വാസിയായിട്ടാണ് പരിഗണിക്കുക. വഖാല ഖതാദ പറഞ്ഞു റഫഅല്ലാഹു ദിക്റഹു ഫി ദുനിയാ വൽ ആഖിറ, നബിയുടെ സ്മരണ അല്ലാഹ് ആഖിറത്തിലും ദുനിയാവിലും ഉയർത്തിയിരിക്കുന്നു. ഫലൈസ ഖതീബൻ വലാ മുതശഹിദൻ, ഒരു പ്രസംഗികനോ അതായത് ഖുത്ബ ഓതുന്ന ആളോ എന്താണ് അത്തഹിയാത്തിൽ നിന്നാളോ വലാ സ്വാഹിബ് സ്വലാത്തിൻ, ഒരു നിസ്കാരക്കാരനും ഇല്ലാ യുനാദി, നബിയെ വിളിക്കും അല്ലേ. എങ്ങനെ വിളിക്കുക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമല്ലോ. അള്ളാഹുവിൻ്റെ കൂടെ നബിയെയും കൂടി ചേർത്ത് പറയും. വഖാല ദഹ്ഹാക്ക് പറഞ്ഞു ലാ തുഖ്ബലു സ്വലാത്തുൻ ഇല്ലാ ബിഹി, നബിയെ കൊണ്ടല്ലാതെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. വലാ തജൂസു ഖുത്ബത്തുൻ ഇല്ലാ ബിഹി, നബിയെ കൊണ്ടല്ലാതെ നബിയുടെ പേര് കൊണ്ടല്ലാതെ ഒരു ഖുത്ബയും അനുവദനീയമല്ല. വഖാല മുജാഹിദ് പറഞ്ഞു വറഫഅനാലക ദിക്റഹു യഅനി ബിത്തഅദീൻ, ബാങ്ക് വിളിക്കൽ കൊണ്ട്, അങ്ങനെ ദിക്റിനെ നാം ഉയർത്തി വെച്ചാൽ ബാങ്ക് കൊണ്ടിട്ടാണ്. ബാങ്കിൽ നബിയെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല പറയുന്നത്. വഫീ യഖൂൽ ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയില്ലേ അലം തറ അന്നല്ലാഹ അർസല അബ്ദഹു ബിബുർഹാനിഹി വല്ലാഹു അഅ്ലാ വ അംജദു, അലം തറ നീ കാണുന്നില്ലേ അന്നല്ലാഹ അർസല അബ്ദഹു, അള്ളാഹു അവൻ്റെ അടിമയെ നിയോഗിച്ചത് ബിബുർഹാനിഹി തെളിവുമായിട്ട്, വല്ലാഹു അഅ്ലാ അള്ളാഹു ആകുന്ന അഅ്ലയാണ് വ അംജദു ഉന്നതനും ഏറ്റവും അജുതുള്ളവനുമാണ്. അഅസ്സു അലൈഹി ലിന്നുബുവത്തി ഖാതമു മിനല്ലാഹി മശ്ഹൂദൻ യലൂഹു വയഷ്ഹദു, അംജദു അഗറു അലൈഹി ലിന്നുബുവത്തി ഖാതമൻ മിനല്ലാഹി മശ്ഹൂദൻ യലൂഹു വയഷ്ഹദു വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി മഅസ്മിഹി ഇദ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദൻ വഹാദാ മുഹമ്മദു. അള്ളാഹു ചേർത്ത് പറഞ്ഞു മുഹമ്മദ് നബിയുടെ പേരിനെ അള്ളാഹിൻ്റെ പേരിൻ്റെ കൂടെ. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു, ഇദാ ഖാല എപ്പോഴാണ് ഇദാ ഖാലൽ മുഅദ്ദിനു ഫിൽ ഖംസി, 5 വഖ്ത് നിസ്കാരത്തിൽ മുഅദ്ദിൻ പറയും അഷ്ഹദു എന്ന് പറയും അല്ലേ. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജല്ലിഹി ഫദുൽ അർശി മഹ്മൂദൻ വഹാദാ മുഹമ്മദു, അർശുടയവൻ മഹ്മൂദാണ്, അള്ളാഹു മുഹമ്മദാണ് അല്ലേ. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജല്ലിഹി ഫദുൽ അർശി മഹ്മൂദൻ വഹാദാ മുഹമ്മദു. ഹസ്സാനും സാബിത്ത് പാടി പാട്ടാണ് അല്ലേ. ഇനി വഖീല പറയപ്പെടും റഫഅല്ലാഹു ദിക്റഹു ബി അഖ്ദി മീസാഖിഹി അലാ നബിയ്യിന,
അള്ളാഹു നബിയുടെ സ്മരണ ഉയർത്തിയത് ബി അഹദി മീസാഖിഹി, ഉറപ്പ് പിടിച്ചു അല്ല നബിയ മറ്റു നബിമാരുടെ മേൽ, വൈൽസാമിഹിമിൽ ഈമാന ബിഹി, നബിയെ കൊണ്ടുള്ള ഈമാനിനെ അവർ നിർബന്ധിപ്പിച്ചു, വൽ ഇഖ്റാറ ബി ഫൾ, നബിയുടെ ശ്രേഷ്ഠതയെ അംഗീകരിപ്പിക്കുകയും ചെയ്തു അവരെ കൊണ്ട്. നബീനെ പറ്റി അവരെ എന്ത് ചെയ്തു, അവരെ സമ്മതിപ്പിച്ചു നബിയുടെ ശ്രേഷ്ഠതയൊക്കെ മറ്റു നബിമാർക്ക്. അതാണ് ഉയർത്തിയെന്ന് പറഞ്ഞാൽ, നബിയുടെ പദവി ഉയർത്തിയെന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശം. സുമ വാദഹുൽ യുസ്ര വർ റഖ അബാദ ഷിദ്ദ. പിന്നെ അള്ളാഹ് ഇപ്പം നമ്മൾ പറഞ്ഞു, പിന്നെ സുമ വാദഹു, അള്ളാഹു യുസ്റിനെ നബിക്ക് വാഗ്ദാനം ചെയ്യണം, വർ റഖാഇനെയും വാദ ഷിദ്ദത്തി, കാഠിന്യത്തിന് ശേഷം നബിക്ക് എളുപ്പം അള്ളാഹു കരാർ ചെയ്യും. അതാരിക്കത് അന്നഹു കാനബി മക്കത്ത ഫി ഷിദ്ദത്തിൻ, നബിതങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു എവിടെ, മക്കയിൽ. ഫഖാൽ അല്ലാഹു അസ്സ വജൽ, എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും നിശ്ചയം ഞെരുക്കത്തോടുകൂടിയാണ്, യുസ്റോടുകൂടി മഅൽ ഉസ്റോടുകൂടിയാണ് സൗകര്യം, എളുപ്പമുണ്ടായിരിക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഉസ്റിൻ്റെ കൂടെയാണ് യുസ്ർ, അല്ലേ, പ്രയാസത്തിൻ്റെ കൂടെയാണ് എളുപ്പമുണ്ടാകാം. ഐമായ ഷിദ്ദത്തി, ഷിദ്ദത്തിൻ്റെ കൂടെയാണ്, കാഠിന്യത്തിൻ്റെ കൂടെയാണ്. അല്ലത്തി അന്തഫിയ, അങ്ങ് അതിലായിരുന്നു, മിൻ ജിഹാദിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ ജിഹാദിൽ നിന്നാൽ ആ ഷിദ്ദത്തിൻ്റെ കൂടെ യുസ്റുണ്ടാകും, എളുപ്പം, റഹാ ഉണ്ടാകും. ബിഅൻ യുദ്ഹിറകാലഹിം, അങ്ങ് അവരുടെ മേൽ വിജയിക്കൽ കൊണ്ട്, ഹത്താ യൻഖാദൂലിൽ ഹഖില്ലദീ ജിഅ്തഹും ബിഹി, അങ്ങ് അവർക്ക് കൊണ്ടു ചെന്ന ആ ഹക്കിനിക്ക് അവർ വഴിപ്പെടുന്നത് വരെ. കാരണം ഇന്ന മഅൽ ഉസ്രി യുസ്റാ കററഹു, ഇനി ഇന്ന മഅൽ ഉസ്രി യുസ്റാ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് താക്കീദിൽ വാദി, ആ ഭീഷണി, വാദ് അല്ലെങ്കിൽ കരാറ്, താലീമിർ റജായി, ആ കരാർ അള്ളാഹ് നബിക്ക് കൊടുക്കുന്നത് കരാറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും ആ പ്രതീക്ഷയെ വണ്ണമാക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്. വഖാലൽ ഹസൻ എന്നവർ പറഞ്ഞു, ലമ്മാ നസലത്ത് ആദിൽ ആയത്ത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, ഖദ് ജാഅക്കുമുൽ യുസ്റു, നിങ്ങൾക്ക് എളുപ്പം വന്നിരിക്കുന്നു, ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി, ലൻ യഗ്ലിബ ഉസ്റൻ, പ്രയാസം വിജയിക്കൂല, യുസ്റൈനി, രണ്ട് എളുപ്പത്തിന് വിജയിക്കുകയില്ല. അവിടെ പറഞ്ഞപ്പോൾ എങ്ങനെ, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, അപ്പം യുസ്റൻ രണ്ടു വട്ടം. ഇനി ഖാല ഇബ്നു മസ്ഊദ് പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഹു റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കാനൽ ഉസ്റു ഫീ ഹജ്രിൻ ലതലബഹുൽ യുസ്റു ഹത്താ യദ്ഖുല, ലൗ കാനൽ ഉസ്റു, പ്രയാസമായാൽ, ഫി ഹജരിൻ, ഹജറിൽ, ലതലബഹുൽ യുസ്റു, യുസ്ർ അതിനെ തേടും, ഹത്താ യദ്ഖുല, അത് പ്രവേശിക്കുന്നത് വരെ. കാരണം ഇന്നഹു ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി, ഉസ്ർ പ്രയാസം ജയിക്കൂല, യുസ്റൈനി, രണ്ട് എളുപ്പത്തിന് എന്ത് ചെയ്യില്ല, പ്രയാസം വിജയിക്കുകയില്ല. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ. ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കാനൽ ഉസ്റു ഫീ ഹജരിൻ ലതലബുൽ യുസ്റു ഹത്താ യദ്ഖുല, ഇന്നഹു ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ, ഖാലൽ മുഫസ്സിരീങ്ങൾ വമാനാ ഖൗൽ ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി, ഇനി മുഫസ്സിരീങ്ങൾ പറയാണ്, ഒരു പ്രയാസം രണ്ട് എളുപ്പത്തിന് അതിജയിക്കൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അന്നല്ലാഹു തആല കററൽ ഉസ്റ, ഇവിടെ അതാ ഞാൻ ആവർത്തിച്ച, അന്നല്ലാഹു തആല, അല്ലാഹു തആല കററൽ ഉസ്റിനെ ബിലഫ്സിൽ മഅരിഫത്തി, മഅരിഫയുടെ ലഫ്സ് കൊണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി, അൽ ഉസ്ർ എന്നല്ലേ മഅരിഫയായിട്ടാണ് പറഞ്ഞത്. വൽ യുസ്റിനെ ബിലഫ്സി നക്കിറത്തി, നക്കിറ കൊണ്ടിട്ടാണ് രണ്ട് യുസ്റൻ എന്ന് പറഞ്ഞില്ല, അത് നക്കിറയാണ്. വമിൻ ആദത്തിൽ അറബികളുടെ പതിവാണ്, ഇദാ ദക്കർത്തി ഇസ്മൻ മുഅറഫൻ,
അറബികൾ പറഞ്ഞാൽ ഒരു മുഅറഫ ഇസ്മിനെ പറഞ്ഞാൽ മാരിഫയെ പറയുകയും സുമാദത്തു അത് മടക്കുകയും ചെയ്താൽ കാനസാനി ഹുവൽ അവലു, രണ്ടാമത് മടക്കിയാൽ അത് ഒന്നാമത്തേത് തന്നെയായിരിക്കും. വൈദാതക്കർത്ത നെക്കിറത്തൻ, നെക്കിറയെ പറയുകയും സുമാത്തുഹു മിസ്ലഹു, പിന്നെ അതുപോലെ തന്നെ നെക്കിറ തന്നെ വീണ്ടും മടക്കി പറയുകയാണെങ്കിലോ സാറത്ത് ഇസ്നൈനി, അത് രണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇന്നമാൽ ഉസ്രി യുസ്റൻ, ഇന്നമാൽ ഉസ്രി യുസ്റൻ, അവിടെ അൽ ഉസ്ർ എന്നാണ് രണ്ടു വട്ടം മടക്കിയത്, പക്ഷേ യുസ്റൻ എന്ന് മടക്കിയില്ലേ. അപ്പോൾ രണ്ട് എളുപ്പമെന്നാണ്, ഒരു പ്രയാസം. അപ്പോൾ ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പത്തെ ഒരു പ്രയാസം അത് ജയിക്കൂല. ഇദാ കസബത്തു ഇദാ കസബത്തു ദിർഹമൻ അംഫഖ്തു കസ്ബയ്യാജ, ഞാൻ ഒരു ദിർഹമിനെ സമ്പാദിച്ചാൽ അംഫഖ്തു, ഞാൻ ചെലവഴിക്കും ദിർഹമിനെ ചെലവഴിക്കും. അപ്പോൾ ഫസാനി, ഈ രണ്ടാമത് പറഞ്ഞത് ഗൈറുൽ അവ്വലി, ഒന്നാമത്തതല്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിർഹം സമ്പാദിച്ചാൽ അംഫഖ്തു ദിർഹമൻ, ഞാൻ ഒരു ദിർഹമിനെ ചെലവഴിക്കും. അപ്പോൾ ആ ദിർഹമിനെ തന്നെ ചെലവഴിക്കുമെന്നല്ല, ഏതെങ്കിലും ഒരു ദിർഹമിനെ ചെലവഴിക്കാമെന്ന്. അപ്പോൾ ഒന്നാമത് പറഞ്ഞതല്ല ദിർഹമൻ എന്നത് ഏതെങ്കിലും ഒരു ദിർഹം എന്നല്ലേ. ഇനി വൈദാഖുൽത്ത, നീ പറഞ്ഞാൽ ഇദാ കസബ്തു ദിർഹമൻ, ഞാൻ സമ്പാദിച്ച ദിർഹമൻ, ഒരു ദിർഹം സമ്പാദിച്ചാൽ ഫഉംഫിഖു ദിർഹമ, ഞാൻ ആ ദിർഹമിനെ ചെലവഴിക്കുന്നു. അപ്പോൾ ഫസാനി ഹുവൽ അവ്വൽ, അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ആ ദിർഹം എന്നിട്ട് പറഞ്ഞ അല്ലിട്ട് പറഞ്ഞില്ലേ, അത് ഒന്നാമത്തെ തന്നെയാണ് ഉദ്ദേശം. ഫൽ ഉസ്റു ഫിൽ ആയത്തി മുഖറം ബിൽ ലഫ്ളി താരീഫി, അപ്പോൾ ഉസ്ർ എന്ന ആ ലഫ്ള് അൽ ഉസ്റിട്ട് അല്ല് താരീഫിൻ്റെ ലഫ്ള് കൊണ്ട് ആവർത്തിക്കപ്പെട്ടതാണ്. ഫകാന ഉസ്റൻ വാഹിദൻ, അപ്പോൾ ഉസ്ർ ഒന്നേ ഉള്ളൂ. വൽ യുസ്റു മുഖറം ബിൽ ലഫ്ളി തങ്കീരി, യുസ്ർ എന്നുള്ളത് ആവർത്തിച്ചിരിക്കുന്നു നെക്കിറയുടെ പദം കൊണ്ടാണ്, അല്ലിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫകാന യുസ്റിന്, അപ്പോൾ അത് രണ്ട് യുസ്റായി, രണ്ട് എളുപ്പമായി. ഫാനവ് കാല, അപ്പോൾ അള്ളാഹ് പറഞ്ഞ പോലെ ഉണ്ട്, ഫഇന്നമാൽ ഉസ്രി യുസ്റ, തീർച്ചയായും ഇന്നമാ ദാലിക്കൽ ഉസ്രി യുസ്റാൻ ആഖറ, ആ പ്രയാസത്തോടു കൂടി ഒരു എളുപ്പമുണ്ട്, ആ പ്രയാസത്തോടു കൂടി മറ്റൊരു എളുപ്പം കൂടി ഉണ്ടാകും. ഇന്നമാൽ ദാലിക്കൽ ഉസ്രി യുസ്റൻ ആഖറ എന്നാണ് പറഞ്ഞത്. വഖാല അബു അലി, അപ്പോൾ അവിടെ നഹവി കായിക കൂടി പറഞ്ഞു. വഖാല അബു അലി എന്ന് പറഞ്ഞാൽ ഹസൻ എന്നവർ പറഞ്ഞു, ഇബ്നു യഹ്യവിന് നസ്റുൽ ജുർജാനി സാഹിബുൻ നളും, നളുമിൻ്റെ സാഹിബായ ജുർജാനി എന്നവർ പറഞ്ഞു, നളുമിൻ്റെ സാഹിബ്, നളുമുൽ ഖുർആൻ വഖയഖുൽ ഫിൽ മുജല്ലദൈൻ ഉൻദുർ തർജമതവി, നളുമുൽ ഖുർആൻ 2 ജിൽദുള്ള കിതാബ് അല്ലേ. എന്താ പറഞ്ഞത്? തക്കല്ലമ അന്നാസു ഫി ഖൗലിഹി, ജനങ്ങൾ അള്ളാഹിൻ്റെ കൗലിൽ സംസാരിച്ചു. ലൻ യഗ്ലിബ ഉസ്റൻ, അല്ലെങ്കിൽ ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈൻ, അദ്ദേഹത്തിൻ്റെ കൗലിലാകാം. ഇബ്നു മസ്ഊദ് പറഞ്ഞല്ലേ നേരത്തെ, ലൻ യഗ്ലിബ ഉസ്റൻ യുസ്റൈനി, 2 യുസ്റിനെ ഒരു ഉസ്ർ വിജയിക്കൂല, അത് എന്നതിൽ ജനങ്ങൾ സംസാരിച്ചു. ഫലം യഹ്സുൽ മിൻഹു ഗൈറു ഖൗലിഹിം, ഫലം യഹ്സുൽ മിൻഹു, അവരുടെ കൗലല്ലാതെ അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നൽ ഉസ്ര മാരിഫത്തൻ വൽ യുസ്ർ നക്കിറത്തൻ, ഉസ്ർ മാരിഫയും യുസ്ർ നക്കിറയുമാണ് എന്നതല്ലാതെ, അവർ പറയതല്ലാതെ അതിൽ നിന്ന് അവർക്ക് കരസ്ഥമായിട്ടില്ല. ഇതുണ്ടാവാൻ കാരണം ഈ പറഞ്ഞ ലഫ്സിൻ്റെ പ്രയോഗമാണ്. ഫാജബ, അപ്പോൾ നിർബന്ധമായ യകൂന ഉസ്രൻ വാദം വയുസ്രാൻ, ഒറ്റ ഉസ്റുണ്ടാകലും 2 യുസ്റും ആകൽ നിർബന്ധമായി. വഹാദ കൗലുൻ മദ്ഖൂലുൻ, ഇത് മദ്ഖൂലായ കൗലാണ്. ഇദാ ഖാല റജുലു, ഒരു റജുല് പറഞ്ഞു, ഇന്ന മഅൽ ഫാരിസി സൈഫൻ ഫഹാദ ലാ യജിബു അൻ യകൂനൽ ഫാരിസു വാഹിദൻ വസൈഫു ഇസ്നൈനി. ഇന്നമാൽ ഫാരിസി സൈഫൻ, ഫാരിസിയുടെ കൂടെ ഒരു സൈഫുണ്ട്. ഇന്നമാൽ ഫാരിസ് സൈഫൻ, ഫാരിസിൻ്റെ കൂടെ സൈഫുണ്ട്. അപ്പോൾ 2 സൈഫ്. ഫഹാദ ലാ യജിബു അൻ യകൂനൽ ഫാരിസു വാഹിദൻ വസൈഫു ഇസ്നൈനി, ഈ പറഞ്ഞത് ഫാരിസ് ഒരാളാകലും അതുപോലെ തന്നെ സൈഫ് 2 ആകലും നിർബന്ധമാക്കുന്നില്ല. മജാസ് കൗലിഹി, ഇത് മദ്ഖൂലായിട്ടാണ് കിട്ടുന്ന അർത്ഥമാണ്, അല്ലാന്തല്ല അത് നിർബന്ധമായിട്ട് കിട്ടുന്നതല്ല എന്നാണ് പറഞ്ഞത്. 2 പറഞ്ഞു. 6 എന്താണത്? മാ ബൈനൽ ഖസ്തൈൻ സാക്കിത്തം മിമ്പ,
അതുമുൽ ഖുർആനൊക്കെ പറഞ്ഞു. ഇനി 6 അല്ലേ. അപ്പോൾ കൗലിൻ്റെ മജാസ് എന്താ? ലൻ യഗ്ലിബ ഉസ്രൻ യുസ്രൈനി എന്നാ. ഒരു പ്രയാസം 2 എളുപ്പത്തിന് വിജയിക്കൂല. അന്നല്ലാ ബാസ നബിയഹു, തീർച്ചയായും അള്ളാഹു നബിയെ നിയോഗിച്ചു. വഹുവ മുഖില്ലും മുഖിഫൻ, നബി മുഖില്ലും മുഖിഫുമായിരുന്നു, പേടിക്കുന്ന ആളും മുഖില്ലുമായിരുന്നു. ഇപ്പോൾ കാണത് ഖുറൈശൻ യു അയ്യറുഹു ബിദാലിക, അപ്പോൾ നബിയെ അവരെന്ത് ചെയ്തു? ആക്ഷേപിച്ചിരുന്നു, അതുകൊണ്ട് ആക്ഷേപിച്ചിരുന്നു ഖുറൈശികൾ. ഹത്താ ഖാൽ, അവർ പറഞ്ഞല്ലോ, ഇൻകാനബിക തൊലബുൽ ഖിന ജമഅനാലക മാലൻ, ഇൻകാനബിക തൊലബുൽ ഖിന, നിൻ്റെ ഉദ്ദേശം ധനം തേടലാണ്, നിനക്ക് ധനികനാകലാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ, ജമഅനാലക മാലൻ, ഞങ്ങൾ നിനക്ക് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിത്തരാം. ഹത്താ തകൂന കൈസരി അഹ്ലി മക്ക, അപ്പോൾ നീ മക്കയിലെ ഏറ്റവും വലിയ ധനികനാകുമല്ലോ. ഫാഖ്തമ്മൻ നബിയിൽ താരിഖ്, അപ്പോൾ നബിക്ക് അത് കാരണം നബിക്ക് വിഷമം വന്നു. ഫലന്ന, നബി ഭാവിച്ചു, അന്നമാ കൗമുഹു ഇന്നമാ യുക്കദ്ദിബൂനലി ഫഖരിഹി, നബിയെ നിഷേധിക്കുന്നത് നബി ദരിദ്രനായതിനു വേണ്ടിയിട്ടാണ് എന്ന് ഭാവിച്ചു. ഫഅദ്ദദല്ലാഹു നിഅമഹു അലൈഹി ഫി ഹാദി സൂറ, അപ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹ് എണ്ണിപ്പറയണം. ഈ സൂറത്തിലൂടെ അള്ളാഹ് എണ്ണിപ്പറയും. ഫഅദ്ദദ അള്ളാഹു, അള്ളാഹ് എണ്ണിപ്പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹം, നബിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ. അപ്പോൾ വഅദഹുൽ ഖിന, നബിക്ക് അള്ളാഹു ഖിന, ആ സമ്പത്തിനെ വാഗ്ദാനം ചെയ്തു. എന്തിനു വേണ്ടി? ലി യുസല്ലിയഹു ബിദാലിക അമ്മാ ഖാമറഹു മിനൽ ഗമ്മി, നബിയെ സമാധാനിപ്പിക്കാൻ, അതുകൊണ്ട് നബിക്ക് മൂടിയ ഒമ്മിനെ തൊട്ട് നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി. ഫഖാലണ്ടല്ല പറഞ്ഞു, ഫഇന്നമാൽ ഉസ്രി യുസ്റാ, ആ ഇന്നമാൽ ഉസ്രി യുസ്റാ എന്ന് പറഞ്ഞു. മജാദന് മജ, അതിൻ്റെ അർത്ഥം എന്താ? മജാദ് എങ്ങനെ? ലാ യഹ്സുൻക മാ യഖൂലൂന, അങ്ങേ ദുഃഖിപ്പിക്കേണ്ട അവർ പറയുന്നത്. ഫൈന്നമാൽ ഉസ്രി ഉസ്രൻ ഫിദ്ദുൻയ ആജിലൻ, ഉസ്റിൻ്റെ കൂടെ അങ്ങക്ക് ദുനിയാവിൽ പെട്ടെന്ന് ഒരു യുസ്രൻ എളുപ്പമുണ്ടാകും. സുമാഞ്ചതഹു മാ ബാദഹു, പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? നബിക്ക് കരാർ ചെയ്തത് നടപ്പാക്കി കൊടുത്തു. ഫത്താലിഹിൽ ഖുറൽ അറബിയ, എങ്ങനെയത്? നബിക്ക് അറബി രാജ്യങ്ങളൊക്കെ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും വസാലിഹി ദാത്തയതിഹി, നബിക്ക് അതിൻ്റെ മേൽ വിശാല നൽകുകയും ചെയ്തു. ഹത്താ കാന യൂത്തിൽ മിഅൈന മിനൽ ഇബിലി, നബിക്ക് നൽകപ്പെട്ടു. നബി തങ്ങൾ ഏതുവരെ? ഹത്താ, നബി നൽകിയല്ലോ 1000 ഒട്ടകങ്ങൾ, 100 കണക്കിന് ഒട്ടകങ്ങൾ നൽകി. വഹബുൽ ഹിബാത്തി, നബി തങ്ങൾ ഒരുപാട് ദാനങ്ങൾ ചെയ്തു, ഫ്രീ ആയിട്ട് വെറുതെ കൊടുത്തു ആളുകൾക്ക്. സനിയ, ഹിബാത്ത് സനിയ, വഹബുൽ ഹിബാത്ത് സനിയ, സനീയത്തിന്. സുമ്മ ബിത്തദ ഫളൻ ആഖിറ, പിന്നെ മിൻ അംരിൽ ആഖിറ, എന്നിട്ട് അള്ളാഹു മറ്റൊരു ആഖിറത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മറ്റൊരു ശ്രേഷ്ഠതയും കൂടി അള്ളാഹ് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ഫഖാല എന്ന് പറയും, ഇന്നമാൽ ഉസ്രി യുസ്ര, ആ പ്രയാസത്തിൻ്റെ കൂടെ അങ്ങക്ക് യുസ്ര, മറ്റൊരു എളുപ്പവും കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞു. വദ്ദലീലു അലബത്തിദായിഹി താരിഹി മിനൽ ഫായി വൽ വാവി, അത് വീണ്ടും തുടങ്ങി പറഞ്ഞതാണെന്ന് പറയാനുള്ള തെളിവെന്താ? രണ്ടാമത് വീണ്ടും പറഞ്ഞാന്ന് തെളിവ് താരിഹി മിനൽ ഫാ, അതിനെ ഫായിൽ നിന്ന് ഒഴിവാക്കിയതല്ലേ. ഫൈന്നമാൽ ഉസ്രിയുസ്രൻ ഫൈന്നമാന്ന് വീണ്ടും ഫാ പറഞ്ഞില്ലല്ലോ എന്ന്, വാവ് ഒഴിവാക്കി. കാരണം ഫൈന്നമാൽ ഉസ്രിയുസ്രൻ ഇന്നമാൽ ഉസ്രിയുസ്ര എന്ന് പറഞ്ഞു, അല്ലാതെ വൈന്നമാൽ ഉസ്രിയുസ്ര എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞില്ല. വാവോ ഫാവ് കൂട്ടിയില്ല. വഹാദ വഅദുൻ ലിജമീഇൽ മുഅ്മിനീന, ഈ പറഞ്ഞത് മുഴുവൻ മുഅ്മിനീങ്ങൾക്കുള്ള കരാറാണ്, ഒരു എന്താണ്? സന്തോഷം അറിയിക്കലാണ്. മജാസിൻ്റെ മജാസ് ഇന്നമാൽ ഉസ്രി യുസ്ര, ഐ ഇന്നമാൽ ഉസ്രി ഫി ദുനിയാലിൽ മുഅ്മിനി യുസ്രം ഫിൽ ആഖിറ എന്നർത്ഥം. ദുനിയാവിലെ ഒരു പ്രയാസത്തിന് പകരം മുഅ്മിനിന് ആഖിറത്തിൽ ഒരു എളുപ്പമുണ്ടാകും. ഫറുബ മജ്തമലഹു യുസ്രാനി യുസ്റു ദുനിയ, ഫറുബ മജ്തമലഹുൽ യുസ്രാനി, ചിലപ്പോൾ അവന് എന്തുണ്ടാകും? 2 യുസ്ര ഒരുമിച്ച് കൂടും. യുസ്റു ദുനിയ വഹുവ മാതക്കറുഫിൽ ആയത്തിലൂല വൈസുൽ ആഖിറ, ആഖിറത്തിലെ എളുപ്പവും ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞ വൈസുൽ ആഖിറ, ആഖിറത്തിലെ യുസ്റു അവനുണ്ടാകും, ഒരുമിച്ച് കൂടും. കൗലു അലൈഹിസ്സലാം, അപ്പോൾ അള്ളാഹിൻ്റെ കൗല്, നബി തങ്ങളുടെ കൗല്, ലൻ യഗ്ലിബ ഉസ്റൻ യുസ്രൈനി എന്ന് പറഞ്ഞല്ലോ.
ഒരു ഉസ്റിനെ രണ്ട് യുസ്റിനെ ഒരു പ്രയാസം രണ്ട് എളുപ്പത്തെ മികക്കൂല എന്ന് പറഞ്ഞത് ഐ ലൈ യഗ്ലിബ ഉസ്റൂൻ, ഉസ്റ് വിജയിക്കൂല. ദുനിയാവിലെ പ്രയാസം അൽ യുസ്രല്ലദീ ബാദഹു ലിൽ മുഅ്മിനീന ഫി ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്ക് അല്ല ചെയ്ത വാഗ്ദാനം ചെയ്ത എളുപ്പത്തിന് വിജയിക്കൂല. വൽ യുസ്രല്ലദീ ബാദഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അള്ളാഹു അവർക്ക് ചെയ്ത കരാർ ചെയ്ത എളുപ്പത്തിനും വിജയിക്കൂല എന്നാണ് പറഞ്ഞത്. അതിന് മേലെയാകൂല. വൈന്നമായി യഗ്ലിബു അഹദുഹുമ, തീർച്ചയായും അത് രണ്ടിൽ ഒന്ന് മികക്കും. ഹുവ യുസ്റു ദുനിയാവിലെ യുസ്റാണ്. വമാ യുസ്റുൽ ആഖിറ, അപ്പോൾ ആഖിറത്തിലെ എളുപ്പം ഫദായിമൻ ഗൈറു സായിലിൻ, അത് നീങ്ങുകയില്ല, നിത്യമായിരിക്കും. ഐ ലാ യജ്മഉഹുമാ ഫിൽ ഗലബത്തി, ഗലബത്തിൽ അത് രണ്ടും ഒരുമിച്ച് കൂടൂല അങ്ങനെയാണ്. കൗലിഹി ഷഹ്റ ഈദിൻ ലാ യൻഖുലാനി ഐ ലാ യജ്തമയാനി ഫിന്നുഖുലാനി. ഷഹ്റ ഈദിൻ, ഈദിൻ്റെ 2 മാസങ്ങൾ ലാ യൻഖുലാനി എന്ന് വെച്ചാൽ അത് രണ്ടും ചുരുങ്ങൂല വെച്ചാൽ ഐ ലാ യജ്തമിയാനി ഫിന്നുഖ്സാനി, നുഖ്സാനിൽ അത് രണ്ടും ഒരുമിച്ച് കൂടൂല. അത് പറഞ്ഞാൽ എന്താണ്? ബിറക്കം. അപ്പോൾ ഇങ്ങനെയാകാം. 2 പെരുന്നാളുടെ മാസം രണ്ടും എന്താകില്ല, 30-നേക്കാൾ താഴെയാകില്ല. അങ്ങനെയാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഷഹ്റ ഈദിൻ, ഈദിൻ്റെ 2 മാസങ്ങൾ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വേറെ വേറെ മാസങ്ങളിലാണല്ലോ, അത് രണ്ടും കൂടി ചുരുങ്ങി വരികയില്ല. അത് ലാ യജ്തമിയാനി ഫി നുഖ്സാനി, അപ്പോൾ രണ്ടും 29-ലാകാം. രണ്ടും ചെറിയ പെരുന്നാൾ 29-ലായി, വലിയ പെരുന്നാൾ 29-ലായി, അങ്ങനെ വരും. അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു കൊല്ലത്തിലെ ചെറിയ പെരുന്നാൾ വരുന്ന മാസം ശവ്വാലല്ലേ, അത് 29-ആയി. ഇനി വലിയ പെരുന്നാൾ ദുൽഹിജ്ജ 10-ന്. അപ്പോൾ ആ ദുൽഹിജ്ജയും ശവ്വാലും 29 വെച്ച് വരാം ഒരു കൊല്ലത്തിൽ തന്നെ. അതുണ്ടാകില്ല എന്നാകാം, അങ്ങനെ പറയാറുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഫൈദ ഫറഗ്ത ഫൻസബ്, അങ്ങ് ഫാരിഗായാൽ ഫൻസബ്. അപ്പോൾ എങ്ങനെയാണ്? ഫൈദ ഫറഗ്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിവായാൽ, ഫൻസബ് അങ്ങ് അധ്വാനിക്കുക. അപ്പോൾ അർത്ഥം നോക്കാം. ഐ ഫതഅബ് അധ്വാനിക്കുക, വന്നസ്ബു അത്തഅബു, നസബു എന്ന് വെച്ചാൽ തഅബാണ്, ഫൻസബ് എന്ന് വെച്ചാൽ തഅബ് അധ്വാനിക്കുക എന്നാ. പരിശ്രമിക്കുക എന്നൊക്കെ അർത്ഥം. ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലോ, ഖതാദ ലഹാഖ് പറഞ്ഞു, മുഖാത്തിൽ ഇവർക്ക് പറയാണ്, കൽബി എന്നവരും പറഞ്ഞു. ഫൈദാ ഫറഗ്ത മിന സ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ ഫൻസബ് ഇലാ റബ്ബിക ബിദ്ദുആഇ, നീ എന്ത് ചെയ്യുക? പരിശ്രമിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിലേക്ക് നീ പരിശ്രമിക്കുക. വർഗബ് ഇലൈഹി, അതിലേക്ക് നീ ആഗ്രഹിക്കുക. വർഗബ് ഇലൈഹി ഫിൽ മസ്അലത്തി, ചോദ്യത്തിൽ, അള്ളാഹുവിലേക്കുള്ള ചോദ്യത്തിൽ നീ ആഗ്രഹിക്കുക. എന്നാൽ യൂത്തിക്ക് അള്ളാഹ് നിനക്ക് നൽകും. അള്ളാഹു നിനക്ക് നൽകും. റവാ അബ്ദുൽ വഹാബ് ഇബ്നു മുജാഹിദ് പറഞ്ഞു, അബീഹി ഖാല ഇദാ സല്ലൈത ഫജ്തഹിദ് ബിദ്ദുആഇ, നീ നിസ്കരിച്ചാൽ ദുആയിൽ നീ അധ്വാനിക്കണം. വൽ മസലത്തി, ചോദിക്കുന്നതിലും നീ അള്ളാഹിനോട് ചോദിക്കണം. വഖാല ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇദാ ഫറഗ്ത മിനൽ ഫറായിദി ഫൻസബ് ഫി ഖിയാമിൽ ലൈലി, നീ എന്ത് ചെയ്യുക? ഫർളുകളിൽ നിന്ന് ഒഴിവായാൽ ഫൻസബ് ഫി ഖിയാമിൽ ലൈലി, നീ ഖിയാമുൽ ലൈലിൽ നീ എന്ത് ചെയ്യുക? അധ്വാനിക്കുക. അതായത് തഹജ്ജുദ് നിസ്കരിക്കാന്ന. കണ്ട. ഇനി വഖാല ശാബി പറഞ്ഞു, ഇദാ ഫറഗ്ത മിന തശഹുദി ഫദ്ഉ ലിദുനിയാക വആഖിറതക, ആഖിറതിക, നീ തശഹുദിൽ നിന്ന് ഒഴിവായാൽ, നിനക്ക് അത്തഹിയാത്ത് തീർന്നാൽ പിന്നെ ഫദു, നീ ദുആ ചെയ്യണം. ലിദുനിയാക വആഖിറതി, നിന്നെ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ദുആ ചെയ്യണം. വഖാൽ ഹസൻ പറഞ്ഞു, സയ്യിദ് ഇബ്നു അസ്ലം ഇദാ ഫറഗ്ത മിൻ ജിഹാദി അദുവിക ഫൻസബ് ഫി ഇബാദതിക ഫി ഇബാദതി റബ്ബിക എന്നാണ്. ഹസനും സയ്യിദ് ഇബ്നു അസ്ലം പറഞ്ഞ എന്താണ്? നിൻ്റെ ശത്രുവിനോടുള്ള യുദ്ധത്തിൽ നിന്ന് നീ ഒഴിവായാൽ ഫൻസബ് ഫി ഇബാദതി റബ്ബിക,
നിന്റെ റബ്ബിനെ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്നതിലായിട്ട് നീ പരിശ്രമിക്കുക, നീ അധ്വാനിക്കുക എന്നാണ്. വഖാല മൻസൂർ അൻ മുജാഹിദിനെ തൊട്ട് മൻസൂർ പറഞ്ഞതാ ഫറഖ്ത മിൻ അംരി ദുനിയ വൻസബ് ഇബാദത്ത് റബ്ബിക വസല്ലി. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്ന് ഒഴിവായാൽ ഫൻസബ് ഇബാദത്ത് റബ്ബിക്കൻ, റബ്ബിനെ ആരാധന ചെയ്യുന്നതിൽ നീ എന്ത് അധ്വാനിക്കണം, വസല്ലി എന്ന് നിസ്കരിക്കുക എന്നാണെന്ന്. വഖാല ഹയ്യാൻ പറഞ്ഞാൽ കൽബിയത്തോട് ഇതാ ഫറഖ്ത മിന തബ്ലീഗ് റിസാലത്തി ഫൻസബ്, അങ്ങ് റിസാലത്ത് എത്തിക്കുന്നതിൽ നിന്ന് അങ്ങ് ഒഴിവായാൽ, അങ്ങക്ക് ഒഴിവ് കിട്ടിയാൽ ഫൻസബ് ഐ ഇസ്തഗ്ഫിർ ദംബിക വൽ മുഅ്മിനീന, അങ്ങയുടെയും മുഅ്മിനീങ്ങളുടെ ദോഷത്തിന് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുക എന്നാണെന്ന് ആര് പറഞ്ഞു? ഹയ്യാൻ എന്നവർ പറഞ്ഞു, കൽബിയെ തൊട്ട്. വൈലാ റബ്ബിക ഫർഗബ്, അല്ലേ, അങ്ങയുടെ റബ്ബിലേക്ക് അങ്ങ് ഫർഗബ് ആഗ്രഹിക്കുക. വൈലാ റബ്ബിക ഫർഗബ്, ആഗ്രഹം പ്രകടിപ്പിക്കുക, ആഗ്രഹിച്ചു കൊള്ളുക റബ്ബിലേക്ക്. വൈലാ റബ്ബിക ഫർഖാല, അത്താവ് പറഞ്ഞു തളറായിലേഹിന്ന്, അവനിലേക്ക് നീ എന്ത് ചെയ്യുക, അവന് കീഴ്പ്പെടുക. റാഹിബൻ മിനന്നാരി വറാഹിബൻ ഫിൽ ജന്ന, നരകത്തിൽ നിന്ന് പേടിച്ചുകൊണ്ടും സ്വർഗത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിട്ടും അള്ളാഹുലേക്ക് അങ്ങ് എന്ത് ചെയ്യുക, കീഴൊതുങ്ങുക. വക്കീല പറയപ്പെട്ടു ഫർഗബിലൈ ഫി ജമീ അഹ്വാലിക, അങ്ങയുടെ മുഴുവൻ അവസ്ഥകളിലും അള്ളാഹുലേക്ക് അങ്ങ് എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. കാല സജ്ജാജ് പറഞ്ഞു ഇജ് അൽ റഗബത്ത ഇലല്ലാഹി വഹദ, അള്ളാഹുലേക്ക് മാത്രമാവുക നിൻ്റെ ആഗ്രഹം എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ല, ഇതിപ്പോൾ അധികമില്ല, ഒരു അരമണിക്കൂറും കൊണ്ട് ഈ തഫ്സീറുൽ ബാഗവി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് ശേഷമുള്ള തഫ്സീറുകൾ, ഇതിൽ പറയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.